നിങ്ങളുടെ വിഷയവുമായി ബന്ധപ്പെട്ട ക്ലാസും നമ്മുടെ സംസ്കരണശാലയുടെ സന്ദർശനവുമാണ് ഇന്ന് ചുരുങ്ങിയ സമയം കൊണ്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ ഫാം എന്ന് പറയുന്നത് നമ്മൾ ബ്രിട്ടീഷുകാരുടെ കാലത്ത്, ഒരുപക്ഷെ അതിന് മുമ്പേ എന്ന് വേണമെങ്കിൽ പറയാം, കൊച്ചി രാജവംശത്തിന്റെ കാലത്ത് തുടക്കം കുറിച്ചിട്ടുള്ള ഒരു ഫാമാണ് ഗവൺമെന്റ് ഓറഞ്ച് ആൻഡ് വെജിറ്റബിൾ ഫാം നെല്ലിയാമ്പതി എന്നുള്ളത്. 1943 ബ്രിട്ടീഷുകാര്, ഇത് നേരത്തെ ഒരു സ്വകാര്യ എസ്റ്റേറ്റ് ആയിരുന്നു. ഇത് ശരിക്കും നിങ്ങൾക്ക് അറിയാം, പോത്തുണ്ടിൽ നിന്ന് ഇപ്പുറത്തേക്ക് വന്നാൽ ഗവൺമെന്റിന്റെ റിസർവ് ഫോറസ്റ്റ് ലാൻഡുകളാണ്. അതിൽപ്പെട്ട അന്ന് ലോങ് ടേം ലീസിന് ഒരു 32ഓളം സ്വകാര്യ കമ്പനികൾക്ക് എസ്റ്റേറ്റുകൾ കാപ്പിയും തേയിലയും കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്ത ഒരു എസ്റ്റേറ്റ്, അതിൽപ്പെട്ട ഒരു എസ്റ്റേറ്റ് ആണ് പൊലിയ എസ്റ്റേറ്റ് എന്നാണ് ഇതിന്റെ പേരുണ്ടായിരുന്നത്. അത് 1943 ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇത് ഏറ്റെടുക്കുകയും 2ാം ലോകമഹായുദ്ധകാലത്ത് പട്ടാളക്കാർക്കൊക്കെ സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി ഓറഞ്ചും പച്ചക്കറിയും വ്യാപകമായി കൃഷി ചെയ്തിരുന്ന ഒരു ഫാമാണിത്. അന്ന് ഏകദേശം 1000 ഏക്കർ വിസ്തൃതിയുള്ള വലിയൊരു ഫാമാണിത്. പിന്നീട് സ്വാതന്ത്ര്യത്തിന് ശേഷം ഇത് കൃഷി വകുപ്പിന്റെ കീഴിൽ സർക്കാർ ഓറഞ്ച് ആൻഡ് വെജിറ്റബിൾ ഫാം എന്ന് നാമകരണം ചെയ്ത് അതിന്റെ പ്രവർത്തനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ ഓറഞ്ച് കൃഷി ചെയ്യുന്ന ഏക ഫാമാണ് നെല്ലിയാമ്പതിയിലെ ഈ ഫാം. ഓറഞ്ച് മാത്രമല്ല, ഓറഞ്ചിന്റെ കുടുംബം, സിട്രസ് എന്ന് പറയുന്ന ഒരു കുടുംബത്തിൽപ്പെട്ടാണ് ഓറഞ്ച്, അല്ലെ? അതിന്റെ ഒരുപാട്, ആ കുടുംബത്തിൽപ്പെട്ട 10-11 ഇനങ്ങൾ ഈ ഫാമിൽ കൃഷി ചെയ്യുന്നുണ്ട്. മൂസമ്പി ഉണ്ട്, ചെറുനാരങ്ങയുണ്ട്, റഫ് ലെമൺ എന്ന് പറയുന്ന വട്ടനാരങ്ങയുണ്ട്, അങ്ങനെ ഒരുപാട് ഇനങ്ങളുണ്ട് അതിന്റെ. അങ്ങനത്തെ അത് കൂടാതെ ഒരുപാട് ഇനം പഴവർഗ്ഗങ്ങൾ, 50ഓളം ഇനം പഴവർഗ്ഗങ്ങൾ, സ്വദേശി ഇനത്തിലും വിദേശി ഇനത്തിലും പെട്ടിട്ടുള്ള 50ഓളം ഇനം പഴവർഗ്ഗങ്ങൾ ഈ ഫാമിൽ കൃഷി ചെയ്തു വരുന്നുണ്ട്. കൂടാതെ പച്ചക്കറികൾ, പ്രത്യേകിച്ചും ശീതകാല പച്ചക്കറികൾ, ഇപ്പൊ നമ്മൾ നടിയിൽ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്യാബേജ്, കോളിഫ്ലവർ, ബീറ്റ്റൂട്ട്, ക്യാരറ്റ്, റാഡിഷ് തുടങ്ങിയ ശീതകാല പച്ചക്കറികളാണ് ഇവിടെ കൂടുതലായിട്ട് കൃഷി ചെയ്തു വരുന്നത്. അതുകൂടാതെ സുഗന്ധവ്യഞ്ജന വിളകളുണ്ട്. പൂച്ചെടികളുടെ വലിയൊരു ഹബ്ബാണത്. കേരളത്തിലെ തന്നെ വൈവിധ്യമാർന്ന പൂച്ചെടികൾ, ഓർക്കിഡ്, ആന്തൂറിയം, ഒരുപാട് ഫ്ലവറിംഗ് പ്ലാന്റ്സ്, ഫോളിയേജസ്, സക്കുലൻസ് എന്നൊക്കെ പറഞ്ഞ കാക്ടസ്, അങ്ങനെയുള്ള വൈവിധ്യമാർന്ന പൂച്ചെടികളുടെ ഒരു കേന്ദ്രമാണ്. അതിന്റെ പ്രത്യേകം പോളി ഹൗസുകളൊക്കെ നമുക്കിവിടെ ഉണ്ട്. ഇത് കൂടാതെ നൂതനമായ കൃഷിരീതികളും നമ്മുടെ ഫാമിൽ, നിങ്ങൾ അറിഞ്ഞ ഇസ്രായേൽ ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള പുതിയ കൃഷിരീതികൾ, ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗ്, പോളി ഹൗസിന്റെ ഉള്ളിലുള്ള കൃഷി, അങ്ങനെ കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ നടീൽ വസ്തുക്കളുടെ ഉൽപ്പാദനം, ഗ്രാഫ്റ്റിംഗ്, ബഡ്ഡിംഗ് തുടങ്ങിയിട്ടുള്ള ലെയറിംഗ് തുടങ്ങിയ പുതിയ നല്ല ഇനങ്ങൾ, പ്രത്യേകിച്ച് അതിൻ്റെ മാതൃസസ്യത്തിൻ്റെ അതേ ഗുണം കിട്ടാവുന്ന രൂപത്തിലുള്ള പ്രവർത്തന രീതികൾ ഉൾപ്പെടെ ഈ ഫാമിൽ ഏറ്റവും നന്നായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫാമാണ്. കേരളത്തിൻ്റെ 64 ഫാമുകളിൽ 13 സ്പെഷ്യൽ ഫാമാണ് കേരളത്തിലുള്ളത്. അതിൽ ഏറ്റവും വിസ്തൃതമാർന്നതും വൈവിധ്യമാർന്ന പ്രവർത്തനം നടക്കുന്നതുമായിട്ടുള്ള ഒരു ഫാമാണ്. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇവിടുത്തെ മൂല്യവർദ്ധന, സംസ്കരണം, പ്രോസസ്സിംഗ് ആൻഡ് വാല്യൂ അഡീഷൻ എന്നുള്ളത്. ഈ ഫാമില് കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഒരു പ്രോസസ്സിംഗ് ചെയ്യുന്ന ഒരു ഫാമാണ് നമ്മുടെ ഇവിടെ. ഇവിടുത്തെ പ്രോസസ്സിംഗ് യൂണിറ്റ് 1960 തുടങ്ങിയതാണ്. ഇവിടുത്തെ ഭക്ഷ്യ സംസ്കരണശാല 1960 മുതൽ യാതൊരു തടസ്സവും കൂടാതെ പ്രവർത്തിച്ചു വരികയാണ്. ഇവിടെ ഉണ്ടാക്കുന്ന പഴങ്ങളൊന്നും തന്നെ പഴങ്ങളായിട്ട് കൊടുക്കാറില്ല. ഇപ്പോൾ ഇവിടെ പേരക്കയുണ്ട്, പാഷൻ ഫ്രൂട്ട് ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, എല്ലാ പഴവർഗ്ഗങ്ങളും, ഉണ്ടാവുന്ന എല്ലാ പഴവർഗ്ഗങ്ങളും, കാട്ട് ഞാവൽ ഉൾപ്പെടെ ഉണ്ട്. അത് ഉൾപ്പെടെ നമ്മൾ പ്രോസസ്സ് ചെയ്തതിന് ശേഷം മാത്രമേ കൊടുക്കുള്ളൂ. 67ഓളം ഉൽപ്പന്നങ്ങൾ നമ്മുടെ പ്രോസസ്സിംഗ് യൂണിറ്റിൽ നിന്ന് നമ്മൾ പ്രോസസ്സ് ചെയ്ത് ഇവിടെ വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ പ്രത്യേകം കാർഷിക സർവകലാശാലയിലേക്ക് വിട്ട് പ്രത്യേകം പരിശീലനം കൊടുത്ത തൊഴിലാളികളും ഇവിടുത്തെ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് ഈ പ്രോസസ്സിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. പുറത്ത് നമുക്ക് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്ന പ്രോസസ്ഡ് ഐറ്റംസ് ഒന്നും തന്നെ ഫ്രൂട്ട് ജ്യൂസ് ഉണ്ടാവില്ല. നിങ്ങളെ അറിവിലേക്ക് പറയണം, ഈ പ്രിസർവേറ്റീവ്സിനെ മാത്രമല്ല ബേജാറാവേണ്ടത്. ആളുകൾ നമ്മളവിടെ ഒരു പ്രശ്നം എന്താ പറയുക, ഈ മലയാളിയുടെ നമ്മുടെ ഒരു ബേജാറ്, ഇപ്പൊ എൻഡോസൾഫാനെ കുറിച്ച് ഭയങ്കര ചർച്ചയാണ്. ഞാൻ അധ്യാപകർക്കൂടെ പറയണം. പക്ഷെ എൻഡോസൾഫാനേക്കാൾ അതിമാരകമായ വിഷങ്ങളോ പ്രശ്നമുള്ളതോ ഒക്കെ ഇവിടെ ഉണ്ട്. പക്ഷെ നമ്മൾ അതുമ്പോൾ മാത്രം ഫോക്കസ് ചെയ്തു പോകണം. ഇപ്പോഴും നമ്മൾ പ്രിസർവേറ്റീവ്സ് പ്രശ്നകാരികളാണ്. അത് അഡ്മിസിബിൾ ലെവൽ കഴിയുമ്പോൾ ഒക്കെ പ്രശ്നം തന്നെയാണ്. അതിനൊരു പരിധിയും ഒരു അതിർവരമ്പുകളുണ്ട് എല്ലാവരും. പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ടുള്ള സാധനങ്ങൾ ഇന്ന് മാർക്കറ്റിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ കുപ്പിയിൽ കളറിൽ കിട്ടുന്ന സാധനങ്ങളൊന്നും തന്നെ ഫ്രൂട്ട് ജ്യൂസ് എന്ന് ഒക്കെ ജ്യൂസ് എന്നേ പറയുള്ളൂ എല്ലാവരും. പക്ഷെ ഫ്രൂട്ടും ഉണ്ടാവില്ല, ജ്യൂസും ഇല്ല, ഒരു സാധനം ഇല്ലാത്ത ഒരു വെറും കെമിക്കൽസ് ആണ്. എന്ന് പറഞ്ഞാൽ ഇന്ന് ഏത് ഫ്രൂട്ടിന്റെ ഫ്ലേവറും എസൻസും മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും. പിന്നെ അതിന്റെ പൾപ്പാണെന്ന് തോന്നിക്കാൻ പറ്റുന്ന രൂപത്തിൽ തിക്കനർ എന്ന് പറയും, കട്ടി കൂടിയ നമ്മളെ ഈ സ്റ്റാർച്ചിന്റെ ഒക്കെ കോമ്പിനേഷൻ സാധനം വാങ്ങാൻ കിട്ടും. അത് കലക്കിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തോന്നും എന്താണ്,
ഇത് പേരക്കയുടെ ജ്യൂസാണ്, ഇത് ഓറഞ്ചിന്റെയാണ്, ഇത് പാഷൻ ഫ്രൂട്ട്. നമ്മളിത് വാങ്ങി ഉഷാറായി വളരെ അഭിമാനം. പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്കൊക്കെ ഒരു യാത്ര പോവുകയാണെങ്കിൽ ഒരു കളറുള്ള ഒരു കുപ്പി ഇല്ലെങ്കിൽ ആ യാത്ര എന്തോ മോശമാണെന്നുള്ള തോന്നുന്ന രൂപത്തിലേക്ക് നമ്മുടെ സംസ്കാരം വളർന്നു പോയിട്ടുണ്ട്. അത് ഇന്ന് മാർക്കറ്റിൽ ഞാൻ പറഞ്ഞു, ഇപ്പൊ പല കമ്പനികളും ഈ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പല കമ്പനികളും ആ ഫ്രൂട്ട് ഏതാണെന്ന് ചോദിച്ചാൽ പോലും അറിയില്ല. എൻ്റെ ഒരു അനുഭവത്തിന് ഇപ്പൊ നമ്മുടെ ജില്ലയിൽ തന്നെ വളരെ പ്രമുഖമായ ഒരു വ്യാപാര സ്ഥാപനത്തിന്റെ അനുബന്ധിച്ചിട്ട് അവർ ജ്യൂസ് വെക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ നമ്മുടെ ഈ ജ്യൂസ് ഉള്ളതുകൊണ്ട് ഞാൻ അവരുടെ കടയിൽ പോയി. അവിടെ വളരെ പാഷൻ ഫ്രൂട്ടിന്റെ ജ്യൂസ്, ഓറഞ്ചിന്റെ, പേരക്കയുടെ ഒക്കെ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കണം, ആപ്പിൾ ഉൾപ്പെടെ ഉണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ എവിടുന്നാണ് ഈ പാഷൻ ഫ്രൂട്ടിന്റെ ജ്യൂസ് പൾപ്പ് കൊണ്ടുവരുന്നു ചോദിച്ചു വരും. അപ്പൊ എന്നോട് പേഴ്സണലി അവൻ മാറി എന്നോട്, സാർ ഇത് ഞങ്ങൾ ഇതിൽ അതൊന്നുമില്ല, ഞങ്ങൾ ഇന്ന രൂപത്തിലുള്ള സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത്, എസൻസും ഫ്ലേവറും ആണെന്ന് പറഞ്ഞു. അതോടെ ഞാൻ അവിടെ നിന്ന് പോന്നു. ഇത് അവസ്ഥ എന്ന് പറഞ്ഞാൽ കേരളത്തില് പാഷൻ ഫ്രൂട്ട് വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നത് ഈ ഫാമിൽ മാത്രമേ ഉള്ളൂ. അത് ഞാൻ ആധികാരികമായിട്ടുണ്ട്. പിന്നെ വയനാടാണ് കുറച്ച് കൃഷിക്കാർ ചെയ്യുന്നത്. വേറൊക്കെ ഹോം സ്റ്റേ ലെവലിൽ 1-2 വള്ളികൾ ഉണ്ടെന്നല്ലാതെ ഞങ്ങൾക്ക് ഇവിടെ 25 ഏക്കറോളം പാഷൻ ഫ്രൂട്ട് ഉണ്ട്. ഞങ്ങൾക്ക് ഇവിടെ അത് കുറയും. ഇവിടെ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളതും പാഷൻ ഫ്രൂട്ടിന്റെ ഉൽപ്പന്നങ്ങളാണ്. പക്ഷെ ഇവിടെ നമുക്ക് എപ്പോഴെങ്കിലും കുറച്ച് കുറയുമ്പോൾ പുറത്തുനിന്ന് കിട്ടണമെന്ന് വിചാരിച്ച് എവിടെയും സാധനമില്ല. പക്ഷെ ഇന്ന് മാർക്കറ്റിൽ പാഷൻ ഫ്രൂട്ടിന്റെ സ്ക്വാഷും ക്രഷും ജ്യൂസും ഒക്കെ ഭയങ്കര മൂവ്മെന്റ് ഉള്ള സാധനമാണ്. സത്യത്തിൽ ഇതിലൊന്നും എന്തില്ല, പാഷൻ ഫ്രൂട്ട് ഇല്ല. അപ്പൊ ഇതാണൊരു നഗ്ന യാഥാർത്ഥ്യം. പ്രിസർവേറ്റീവ്സ് മാത്രമല്ല, അതിനപ്പുറം അതിൻ്റെ ഉള്ളിലുള്ള ലായനിയിൽ മുഴുവൻ കെമിക്കലാണ്. എന്നാണ് കിഡ്നി അടിച്ചു പോകുന്ന രൂപത്തിലേക്ക് ആളുകൾ എത്തുക എന്നുള്ളതാണ് നമ്മുടെ അവസ്ഥ. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വളരെ പ്രമുഖമായിട്ടുള്ള കേരളത്തിലെ ചില പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ഉൽപ്പന്നങ്ങൾക്ക് എന്തില്ല, അവർക്ക് ഫ്രൂട്ടില്ല. ഇല്ലാതെയാണ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം അത് ഈ FSSAI എന്ന് പറഞ്ഞൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഇതിനൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ഈ സ്റ്റാൻഡേർഡ് അനുസരിച്ച് തന്നെ ഇപ്പൊ ഞങ്ങൾ കൊടുക്കുന്ന ഈ സ്ക്വാഷില് 17% ഫ്രൂട്ട് പൾപ്പ് ഉണ്ടായാൽ മതി. എന്നാ ഈ 17% ഉണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് ആരെങ്കിലും ചെക്ക് ചെയ്യുന്നുണ്ടോ? അതും ചെക്ക് ചെയ്യണ്ട. അത് ആളുകള് നമ്മൾക്ക് നമ്മുടെ രാജ്യത്ത് ഇങ്ങനെയൊക്കെ മതി എന്നുള്ളതാണ് അല്ലെ. നിയമങ്ങൾ ഉണ്ടെങ്കിലും നിയമത്തിന് എങ്ങനെ ലംഘനം നടത്താം എന്നുള്ളതിലാണ് നമ്മുടെയൊക്കെ ഗവേഷണം അല്ലെ, എങ്ങനെ ആളുകളെ പറ്റിക്കുക എന്നുള്ളതും. അപ്പൊ ഇതിപ്പോ അതുപോലെ തന്നെ ഇപ്പൊ നമ്മളോട് ലിച്ചി ഉണ്ട്. ലിച്ചിയൊക്കെ നിങ്ങൾ ഇവിടെ നോക്കിക്കോ, ലിച്ചിയുടെ ഡ്രിങ്ക് മാർക്കറ്റിൽ ഇഷ്ടംപോലെ അവൈലബിൾ ആണ്. ലിച്ചി എവിടെ ഉണ്ടാവുക? ലിച്ചി നല്ല തണുപ്പുള്ള, ഇവിടെ തന്നെ ഫ്ലവർ ചെയ്യാനൊക്കെ ചിലപ്പോൾ ചൂട് കൂടുമ്പോൾ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഒക്കെ ഭാഗമായിട്ട് ഇവിടെ തന്നെ പ്രശ്നമായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിൽ ലിച്ചിയൊക്കെ ഇഷ്ടം പോലെ മാർക്കറ്റിൽ ലിച്ചിയുടെ ഡ്രിങ്ക്സ് അവൈലബിൾ ആണ്. ഞാൻ ഒരു പ്രൈവറ്റ് കമ്പനിയുടെ ടീമിനോട് ഞാൻ ചോദിച്ചു, ഞാൻ അറിയുന്ന ഒരു ടീമാണ്, അവർ ലിച്ചി എന്താണെന്ന് അവർ കണ്ടിട്ടില്ല, മനസ്സിലായിട്ടോ? അവരാണ് ലിച്ചിയുടെ ഡ്രിങ്ക്സ് വെക്കുന്നത്. ഇതാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ. ഞാനിവിടെ വരുന്ന കൃഷിക്കാരോടൊക്കെ പറയാറ്, നമ്മൾ റിയൽ ആയിട്ടുള്ള ഫ്രൂട്ട് പൾപ്പ് ഉണ്ടാക്കി ആളുകൾക്ക് കുടിക്കാനുള്ള ഡ്രിങ്ക്സ് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സംസ്കാരത്തിലേക്ക് മാറിയാൽ അതൊരു വലിയ ഈ സമൂഹത്തിനോട് നമ്മൾ ചെയ്യുന്ന വലിയൊരു നന്മയായിരിക്കും എന്നുള്ളൊരു മെസ്സേജാണ് ഞങ്ങളിവിടെ വരുന്ന കർഷകർക്ക് മുഴുവൻ കൊടുക്കാറ്. അപ്പൊ എന്തായാലും എനിക്ക് നിങ്ങളോടും പറയാനുള്ളൊരു മെസ്സേജ്, നമ്മൾ ഇത് ഈ യാഥാർത്ഥ്യങ്ങൾ, നഗ്നമായ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട്, പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഇനി വരുന്ന തലമുറ നിങ്ങളതാണ് അല്ലെ, നിങ്ങൾ അതിലൊക്കെ കൃത്യമായി ഇടപെടാൻ കഴിയുന്ന രൂപത്തിൽ ഈ തൊലിപ്പുറത്തുള്ള ട്രീറ്റ്മെന്റ് മാത്രമാവാതെ അകക്കാമ്പിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട്, എനിക്ക് അധ്യാപകരോടും പറയാനുള്ളത്, നിങ്ങൾ ഇങ്ങനത്തെ കാണിച്ചു കൊടുക്കുന്നതിന്റെ ഒപ്പം തന്നെ ഇപ്പൊ തൃശ്ശൂരും പാലക്കാടൊക്കെ വലിയ ഈ ബേക്കറികളുണ്ട്, അവിടെ ഈ സാധനങ്ങളൊക്കെ കിട്ടുക. അവിടെ പോയാൽ ലോകത്തുള്ള എല്ലാ പഴങ്ങളുടെയും എസൻസും ഫ്ലേവറും കളറും ലഭ്യമാണ്. അതുപോലെ ഞാൻ ഈ പറഞ്ഞ തിക്കുന്നതിന് ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും ഉണ്ട്. ഭയങ്കര ബിസിനസ്സാണ്. അവരത് വെറുതെ കൊടുത്ത് നോക്കില്ലല്ലോ. അവർക്ക് എത്രയാണ് അവരുടെ വോളിയം ഓഫ് ബിസിനസ് ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ അറിയാം എത്രയാണ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്ന വിഷത്തിന്റെ തോത് എന്നുള്ളത്. ഇപ്പൊ ഫ്രഷ് ഫ്രൂട്ടുകളും പരമാവധി ജ്യൂസുകളിലേക്ക് ഒന്നും പോകാതെ നമ്മൾ നേരിട്ടുള്ള പഴങ്ങൾ തിന്നുന്ന ഒരു സംസ്കാരം, അല്ലെങ്കിൽ ഫ്രഷ് ജ്യൂസുകൾ അടിച്ചു കഴിക്കുന്ന ഒരു സംസ്കാരത്തിലേക്ക് തിരിച്ചു വരിക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു മെസ്സേജ്. നിങ്ങൾ എത്ര കാലമായി കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട്? 1943 മുതൽ ഇവിടെ ചെയ്യാന്ന് പറഞ്ഞാൽ ഇവിടെ തൊഴിലാളികളാണ്. നമ്മൾ സാധാരണ കർഷകരെ പോലെയല്ല, നമ്മളിവിടെ ഫാമിൽ തൊഴിലാളികളും ഉദ്യോഗസ്ഥരും ഒക്കെ കൂടെ കൂടി ചേർന്നിട്ടാണ് നമ്മളിവിടെ കൃഷി ചെയ്തു വരുന്നത്. ഓറഞ്ച് ഏതെല്ലാം സ്ഥലങ്ങളിൽ കയറ്റുമതി ചെയ്യുന്നുണ്ട്? പറഞ്ഞല്ലോ, ഇവിടെ ഓറഞ്ച് നേരത്തെ ഇവിടെ ഫുൾ ഓറഞ്ച് ആയിരുന്നു 1000 ഏക്കറില്. പിന്നീട് അതൊരു അസുഖം, സിട്രസ് ഡിക്ലൈൻ എന്ന് പറഞ്ഞ ഒരു കുമിൾ രോഗം, അത് ഇവിടെ മാത്രമല്ല, ഇവിടുത്തെ സ്വകാര്യ എസ്റ്റേറ്റുകൾ, അതുപോലെ തന്നെ നമ്മൾക്കറിയാം ഇപ്പൊ കർണാടകയിലെ കൂർഗിലൊക്കെയാണ് ഓറഞ്ച് കൂടുതൽ. അവിടെയൊക്കെ ഈ അസുഖം ബാധിച്ച് ഫുൾ നാമാവശേഷമായി പോയി.
ഇപ്പൊ നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന ഓറഞ്ച് എവിടെ നിന്നാണ് വരുന്നത് അറിയുന്നത്? നാഗ്പൂരിൽ നിന്നാണ് കൂടുതൽ. പിന്നെ അമരാവതി, റായൽസീമ തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നാണ് ഇപ്പോൾ ഉള്ള ഓറഞ്ച് വരുന്നത്. അപ്പൊ ഓറഞ്ച് സത്യത്തില് നമ്മളിവിടെ സൗത്ത് ഇന്ത്യയില് ഈ ഭാഗങ്ങളിലൊക്കെ ഏകദേശം നാമാവശേഷമായതുപോലെയാണ്. ഇവിടെ നമ്മൾ 2018 മുതൽക്കാണ് നമ്മുടെ ഫാമിൽ രണ്ടാമതും ഓറഞ്ച് വെക്കാൻ തുടങ്ങിയത്. ഇപ്പോഴും നമ്മൾ നല്ല പ്രയാസത്തിലാണ് അത് നിലനിർത്തി കൊണ്ടുപോകാൻ. ഞങ്ങൾ ഈ ഫാമിന്റെ പേര് ഓറഞ്ച് ഫാം എന്നായതുകൊണ്ട് ഭഗീരഥ പ്രയത്നം നടത്തിയിട്ടാണ് ഞങ്ങൾ ഓറഞ്ചിനെ നിലനിർത്തി കൊണ്ടുപോകുന്നത്. അതിന് അത്ര പ്രശ്നങ്ങളാണ്. പ്രത്യേകിച്ച് ഈ കാലാവസ്ഥ വ്യതിയാനത്തിന് ശേഷം, ഈ ഉണ്ടായതിനു ശേഷം ഭയങ്കരമായിട്ട് അസുഖങ്ങൾ കൂടുതലാണ്. എല്ലാവിധ രോഗങ്ങളും ഒരു ഓറഞ്ചിൽ തന്നെ ഇപ്പൊ വണ്ട്, ഞങ്ങളൊക്കെ ഈ കൃഷി പഠിക്കുമ്പോഴേ ഇതില് മെയിൻ തടിയിൽ ഒരു വണ്ട്, സെക്കൻഡറി ബ്രാഞ്ചിൽ വേറൊരു വണ്ട്, ടെർഷറി ബ്രാഞ്ചിൽ വേറൊരു വണ്ട്, 3 വണ്ട് വരെ മരത്തിൽ കാണാം. അത്ര പ്രശ്നങ്ങളാണ്. അപ്പൊ അങ്ങനെ നിലനിർത്തി കൊണ്ടുപോവാണ്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത, ഇവിടെ ഓറഞ്ച് മാത്രമല്ല, ഈ ഫാമിലുള്ള എല്ലാ പഴങ്ങളും നമ്മൾ പഴങ്ങളായിട്ട് വിൽക്കാറില്ല, കയറ്റുമതിയും ചെയ്യണില്ല. മുഴുവൻ എന്താ ചെയ്യുന്നത്? പ്രോസസ്സിങ് ചെയ്യാണ്. ഒന്നും കയറ്റുമതി ഈ ഫാമൊന്നും ചെയ്യുന്നില്ല. വൈറ്റമിൻ സി നഷ്ടപ്പെടാണ്ട് എങ്ങനെ നമുക്ക് ഫ്രൂട്ട്സ് നമുക്കത് ഇപ്പം ശരിക്കും വൈറ്റമിൻ സി ഒക്കെ നമുക്കറിയാൻ കിട്ടണമെങ്കിൽ എന്ത് വേണം? റോ ആയിട്ട് തന്നെ കൺസ്യൂം ചെയ്യണം. പിന്നെ ഇപ്പൊ ഇതിന്റെ എന്താ പറയാ, ഫ്രൂട്ട് പൾപ്പിന്റെ കുറച്ച് അംശം ഇപ്പൊ ഒരു 15, ഞാൻ പറഞ്ഞു നമ്മുടെ സ്ക്വാഷിലൊക്കെ 17% കൊണ്ടുള്ളൂ. പ്രധാനമായിട്ടും ഇവിടെ നമുക്ക് പ്രിസർവേറ്റീവ്സിന്റെ ഈ പ്രിസർവേഷന്റെ കാര്യങ്ങൾ കൂടുതൽ പറയും. ഷുഗറാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഷുഗർ ആഡ് ചെയ്യാതെ നമുക്കിത് കഴിയില്ല. അല്ലെങ്കിൽ ഇപ്പൊ ഈ ഫ്രഷ് ഫ്രൂട്ട് ജ്യൂസ് എന്ന് പറഞ്ഞ സാധനം നമുക്കറിയാം എടുത്തു വെച്ച് കഴിഞ്ഞാൽ കേടാവും, അല്ലെ? കേടാവാതെ നിർത്താനുള്ള സംവിധാനം വേണം. അപ്പൊ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു പ്രിസർവേറ്റീവ് 1 പഞ്ചസാരയും 2 ഉപ്പുമാണ്, അല്ലെ? കുറച്ചു കാലത്തെങ്കിലും നീട്ടി വെക്കണമെങ്കിൽ ഫ്രഷ് ആയിട്ട് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. FSSAI അനുശാസിക്കുന്ന രൂപത്തിലുള്ള പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യാതെ ഞങ്ങൾക്ക് കഴിയില്ല, അല്ലെങ്കിൽ നിൽക്കില്ല, ഡാമേജ് ആയി പോകും. അപ്പൊ അതുകൊണ്ട് മിനിമം ലെവൽ. പക്ഷെ നമ്മുടെ ഈ സാധനത്തിന് ഞങ്ങൾ പറയുന്നത് ഇത് പൊട്ടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഡാമേജ് ആവും. പൊട്ടിച്ചു കഴിഞ്ഞാൽ അപ്പോഴല്ല, 1 വർഷം വരെ പരമാവധി നമ്മൾ പറയുന്നത്. കാരണം നമ്മളതില് പ്രിസർവേറ്റീവ്സ് അത്ര മാത്രമേ ഉള്ളൂ. ഞങ്ങളെ ഉണ്ടാക്കിയാൽ തന്നെ ഫെർമെന്റ് ചെയ്തു പോകും, കുറച്ച് ക്വാണ്ടിറ്റി ഫെർമെന്റ് ചെയ്തു പോകും. കാരണം നമ്മൾ ആ ലെവലിൽ ഉപയോഗിക്കുന്നു. സാധാരണ ഇപ്പൊ ഫ്രൂട്ട് പൾപ്പ് ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ പോലും നല്ല അളവിൽ പ്രിസർവേറ്റീവ്സ് ചേർക്കും. അപ്പൊ ഒരിക്കലും കേടുവരില്ല. അതുകൊണ്ടാണ് കടയിൽ എത്ര കാലം ഇരുന്നാലും ഈ സാധനം കേടുവരാതെ അങ്ങനെ ഇരിക്കും. ഞങ്ങളെ സാധനം ബോട്ടിൽ വീർക്കും. ഞങ്ങൾ 1 വർഷമാണ് പരമാവധി, 6 മാസത്തിൽ ഉപയോഗിക്കണം. അഥവാ ബോട്ടിൽ പൊട്ടിച്ചാൽ ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിൽ പോവും. പിന്നെ ഇപ്പൊ അതല്ലാത്ത രൂപത്തിൽ ഫ്രൂട്ട് ജ്യൂസ് ആക്കിയിട്ട് നമുക്ക് ഈ ഫ്രീസിങ് റെഫ്രിജറേറ്ററിൽ വെച്ചുകൊണ്ട്, നമുക്ക് ഫ്രീസറിൽ വെച്ചുകൊണ്ട് കുറച്ച് ദിവസത്തേക്കൊക്കെ നിങ്ങൾ പറയുന്നത് പോലെ വിറ്റാമിൻ സി നഷ്ടപ്പെടാതെ പ്രിസർവ് ചെയ്യാം. പിന്നെ മൈനസ് ടെമ്പറേച്ചറുകളിലേക്കൊക്കെ പോയുള്ള പ്രിസർവേഷൻ രീതികളാണ് ചെയ്യേണ്ടത്. നമ്മളൊരു അഡ്മിസിബിൾ ലെവലിലുള്ള ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അനുശാസിക്കുന്ന ആ നിയമത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ടുള്ള പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്തുകൊണ്ട് പരമാവധി നമ്മളെ കളറിങ്, ഞാൻ പറഞ്ഞില്ല, കളറിങ് ഏജൻസോ മറ്റു സാധനങ്ങളോ മറ്റു കെമിക്കൽസോ ഒന്നും ഉപയോഗിക്കാതെ റിയൽ ഫ്രൂട്ട് പൾപ്പ് ഉപയോഗിച്ചുകൊണ്ടുള്ള സേഫ് ആയിട്ടുള്ള ഒരു രീതിയിലുള്ള പ്രിസർവേഷനാണ് നമ്മുടെ ഫാമിൽ നമ്മൾ അനുവർത്തിച്ചു വരുന്നത്. ജൈവവളമാണോ രാസവളമാണോ കൂടുതലായി ഉപയോഗിക്കുന്നത്? ഇവിടെ നമ്മളൊരു സമീകൃത വളപ്രയോഗ രീതിയാണ് ഇന്റഗ്രേറ്റഡ് ന്യൂട്രിയൻ മാനേജ്മെന്റ് എന്ന് പറയും. അതാണ് നമ്മൾ അനുവർത്തിക്കുന്ന രീതി. ഒന്നിലും ഒരു തീവ്ര രീതികൾ എന്നല്ല, കരണീയമല്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ഈ ജൈവം എന്ന് മാത്രം ഈ പറയുന്നതിലൊന്നും വലിയ കഥ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ ശാസ്ത്രം അറിയുന്ന ആളുകൾ അത് വിലയിരുത്തപ്പെടേണ്ടതാണ്. ഒറ്റ ഉദാഹരണം പറയാനല്ലേ, നൈട്രജൻ എന്ന് പറയുന്ന പോഷകം ചെടിക്ക് വേണം, അല്ലെ? അമോണിയാക്കൽ ഫോമിലും കുട്ടികൾക്ക് അറിയുന്നതല്ല, നൈട്രേറ്റ് ഫോമിലുമാണ് ചെടി ഇത് അബ്സോർബ് ചെയ്യുന്നത്. ഇത് ചാണകത്തിൽ നിന്നും കിട്ടും, യൂറിയന്നും കിട്ടും, ഫാക്ടം ഫോഴ്സിൽ നിന്നും കിട്ടും. ചെടിയുടെ വേരിൽ ഇത് അബ്സോർബ് ചെയ്യുമ്പോൾ നമുക്കറിയാം എങ്ങനെ അബ്സോർബ് ചെയ്യുന്നത്. ഓസ്മോസിസ് എന്നുള്ളൊരു പ്രക്രിയയിലൂടെയാണ് മണ്ണിൽ നിന്ന് വാട്ടർ സോളിബിൾ അയണിക് ഫോമിലായിട്ട് മാറിയിട്ടാണ് ചെടിയിലേക്ക് ഇത് ആഗിരണം ചെയ്യപ്പെടുന്നത്. ചെടിയുടെ വേരിലെത്തിയാൽ അത് അമോണിയാക്കൽ ഫോമിലോ നൈട്രേറ്റ് ഫോമിലോ മണ്ണിൽ നിന്ന് സൂക്ഷ്മജീവികൾ റൈസോസ്പിയറിൽ വെച്ച് നടക്കുന്ന ഈ പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് ഇത് ഉള്ളിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നത്. ചെടിയുടെ ഉള്ളിൽ വേര് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇത് ചാണകത്തിൽ നിന്ന് കിട്ടിയ സാധനമാണോ യൂറിയയിൽ നിന്ന് കിട്ടിയ സാധനമാണോ തിരിച്ചറിയാൻ കഴിയില്ല. ചാണകത്തിൽ നിന്ന് കിട്ടിയതാണെങ്കിലും അമിതമായാൽ എന്താണ്? അപകടം തന്നെയാണ്. യൂറിയ ആണെങ്കിലും അമിതമായാൽ അപകടമാണ്. ചാണകത്തിൽ 1% 2% നൈട്രജൻ ഉള്ളപ്പോൾ യൂറിയയിൽ അത് 46% ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു തെറ്റ്. ഈ 46% ഉള്ള സാധനം ഉപയോഗിക്കുമ്പോൾ എന്ത് ചെയ്യണം? അതിനനുസരിച്ച് മണ്ണിൽ, ഇതൊക്കെ പ്രശ്നം, ആവശ്യത്തിനനുസരിച്ച് മണ്ണ് പരിശോധിച്ച് മണ്ണിന് ആവശ്യമുള്ള, ചെടിക്ക് ആവശ്യമുള്ള അളവിൽ കൃത്യമായ സമയത്ത് കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ ഇതിന് നമ്മൾ ചെയ്യുന്ന രീതി, കർഷകരാണെങ്കിലും ഒക്കെ ചെയ്യുന്ന രീതി എന്താ വെച്ചാൽ തോന്നിയ പോലെ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് അശാസ്ത്രീയമായ വളപ്രയോഗമാണ് അപകടം. ഇത് രണ്ടും വേണം. ഇപ്പൊ നമ്മളുടെ മണ്ണിൽ
നമ്മുടെ മണ്ണിൽ പൊട്ടാഷ് തീരെ നിൽക്കൂല. മഴ കൂടിയ മണ്ണ്, ലാറ്ററൈറ്റ് സോയില് പൊട്ടാഷ് ചെടികളുടെ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമാണ്, നമുക്കും ആവശ്യമാണ്. അപ്പൊ നമ്മളൊരു ചെടി, ഒരു പഴം അല്ലെങ്കിൽ ഒരു സാധനം തിന്നുന്നത് നമുക്കും ഈ മൂലകങ്ങൾ നേരിട്ട് കിട്ടാത്തതുകൊണ്ടാണല്ലോ അല്ലെ, അല്ലെങ്കിൽ മണ്ണ് തിന്നാൽ മതിയല്ലോ. ഇത് മണ്ണ്, ചെടികളാണ് പ്രാഥമിക ആഹാര നിർമ്മാണ പ്രക്രിയ നടത്തുന്നത്. അവരെന്താണ് ചെയ്യുന്നത്? നൈട്രജനും ഫോസ്ഫറസും പൊട്ടാഷ്യം കാൽഷ്യവും മെഗ്നീഷ്യവും ഒക്കെ എവിടെ നിന്ന് ചെയ്യും? ഈ മേൽമണ്ണിൽ നിന്ന് ചെടികൾ വേരിലൂടെ ആഗിരണം ചെയ്ത് പ്രകാശ സംശ്ലേഷണ പ്രക്രിയയിലൂടെ നമുക്ക് വേണ്ട വിവിധ പദാർത്ഥങ്ങളാക്കി മാറ്റുന്നു അല്ലെ. ഇത് കഴിച്ചാലാണ് നമുക്കും കിട്ടുക. അപ്പൊ നമ്മൾ വെറുതെ വെണ്ടക്ക കഴിക്കുന്നത് അതിന്റെ ആകൃതിയിലുള്ള ഒരു സാധനം കിട്ടാനല്ല, അതിലുള്ള പോഷകങ്ങൾ നമുക്ക് കിട്ടണം. അപ്പൊ ഇത് കിട്ടണമെങ്കിൽ എന്ത് വേണം? ജൈവം പറഞ്ഞിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ പൊട്ടാഷിന് ഓർഗാനിക് രൂപത്തിൽ പൊട്ടാഷ് ചെടികൾക്ക് കൊടുക്കാനുള്ള സാധനം ഇല്ല. നമ്മളിപ്പോ ജൈവം എന്ന് പറഞ്ഞാല് കൊടുക്കാനുള്ള സാധനം ഇല്ല. ആകെയുള്ളതൊന്ന് ചാരമാണ്. ചാരം ഇപ്പൊ നമുക്ക് കിട്ടാൻ എല്ലാവരും ഗ്യാസിലാണ് അല്ലെ. അതുകൊണ്ട് ചാരമില്ല. പിന്നെ എവിടുന്ന് കിട്ടും? നമ്മൾ പൊട്ടാഷ് വളം മാത്രം തന്നെ ഉള്ളൂ. അപ്പൊ അത് എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞത് സമീകൃതമായ വളപ്രയോഗം. നമ്മൾ അതിന് ചെയ്യുന്നത് മണ്ണ് പരിശോധിച്ച് ചെടികളുടെ ആവശ്യകത മനസ്സിലാക്കി കൃത്യമായ അളവിൽ വേണ്ട രൂപത്തിൽ നമ്മൾ വളങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും കരണീയമായിട്ടുള്ള മാതൃക. അപ്പൊ അതുകൊണ്ട് അതിനെക്കുറിച്ച് വല്ലാതെ ബേജാറായിട്ട് ആരും പേടിക്കേണ്ട കാര്യമില്ല. എല്ലാവരും ഈ രാസവളം എന്ന് പറഞ്ഞാൽ വളമില്ലാതെ ഇപ്പൊ തന്നെ പുതിയ പഠനങ്ങൾ പറയണത് കേരളത്തിലൊക്കെ തന്നെ ഇപ്പൊ നമ്മുടെ കൃഷിയില് നേരത്തെയൊക്കെ വെണ്ടക്ക, ഒരു ഉദാഹരണം പറയണം, വെണ്ടക്ക 1 കിലോ കഴിച്ചിരുന്ന ഇപ്പൊ 5 കിലോ കഴിക്കണം എന്നാ പറയുന്നത്. കാരണം എന്താണ്? വെണ്ടയുടെ ഷേപ്പിലുള്ള സാധനമാണ്, പക്ഷെ അതിൽ വേണ്ട പോഷകങ്ങളില്ല. ഇപ്പൊ വാഴക്ക, നേന്ത്രക്കായ ഒക്കെ കഴിക്കുമ്പോൾ നമ്മൾ എല്ലാവരും പേടിച്ചിട്ട് ഇപ്പോ വളങ്ങള് വേണ്ടത് ഇടുന്നില്ല. കുറെ ഇപ്പൊ ചാണകം കുറെ ഇടും, നൈട്രജൻ മാത്രമേ കിട്ടുള്ളൂ. നൈട്രജൻ കൂടുതലുണ്ടായ അസുഖങ്ങൾ കൂടും, ചെടികൾക്കാണെങ്കിലും നമുക്കാണെങ്കിലും. അപ്പൊ ഇത് ഒരു പരിധിയിലധികം ഒരു പോഷകം ഉണ്ടാവാൻ പാടില്ല. ഇത് സമീകൃതമായ ഒരു വളപ്രയോഗ രീതിയാണ് ഉണ്ടാവേണ്ടത്. സമീകൃത വളപ്രയോഗം, ഇന്റഗ്രേറ്റഡ് ന്യൂട്രിയൻ മാനേജ്മെന്റ്, സസ്റ്റൈനബിൾ അഗ്രികൾച്ചറിന് ഏറ്റവും നല്ല രീതി അതാണ്. ഫാഷൻ ഫ്രൂട്ട് പല നിറത്തിലുണ്ട്. അതിൽ സ്ക്വാഷിന് ഉപയോഗിക്കുന്നത് ഏത് നിറത്തിലുള്ളതാണ് കൂടുതൽ നല്ലത്? പാഷൻ ഫ്രൂട്ട് പ്രധാനമായിട്ട് നമുക്ക് നാടൻ ഇനം, മഞ്ഞ കളർ, പഴുത്താൽ മഞ്ഞ കളർ വരുന്ന ചെറിയ ഇനമാണ് കൂടുതലുള്ളത്. അത് കൂടാതെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോർട്ടിക്കൾച്ചർ റിസർച്ച് എന്ന് പറഞ്ഞൊരു സ്ഥാപനം പുറത്തിറക്കിയിട്ടുള്ള പുറത്ത് പർപ്പിൾ കളറുള്ള, പഴുത്ത് കഴിഞ്ഞാൽ പർപ്പിൾ കളർ വരുന്ന കുറച്ച് വലിയൊരു ഇനമുണ്ട്. അതിന്റെ പേര് കാവേരി എന്നാണ് അതിന്റെ പേര്. അതിന്റെ പ്രത്യേകത ഈ നാടൻ ഇനത്തേക്കാൾ കൂടുതൽ മധുരം ഉണ്ടാവും, പൾപ്പിന്റെ അളവ് കുറച്ച് കൂടുതലായിരിക്കും. ഞങ്ങളുടെ ഈ ഫാമിൽ ഇവിടെ കുറെ വർഷങ്ങളായിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. ഇതിന് ക്രോസ് പോളിനേഷൻ, പരപരാഗണം ഏറ്റവും കൂടുതൽ സംഭവിക്കുന്ന ഒരു വിളയാണ് പാഷൻ ഫ്രൂട്ട്. ഇത് രണ്ടും കൂടെ ക്രോസ് ചെയ്യപ്പെട്ടിട്ടുള്ള സങ്കര ഇനങ്ങളും നമ്മുടെ ഫാമിലുണ്ട്. അപ്പൊ ഞങ്ങൾ ഇതൊക്കെ പ്രോസസ്സ് ചെയ്യുന്നതുകൊണ്ട് പ്രോസസ്സിങ്ങിന് കളർ കിട്ടാൻ ഏറ്റവും നല്ലത് നാടൻ ഇനമാണ്. പൾപ്പിന്റെ അളവ് കൂടുതൽ കിട്ടുക കാവേരിക്കണം. അപ്പൊ ഇതെല്ലാം ഞങ്ങൾ മിക്സ് ചെയ്തിട്ട് ഒരു ബ്ലെൻഡ് ചെയ്തിട്ടുള്ള രൂപത്തിലാണ് നമ്മളിവിടെ പ്രോസസ്സ് ചെയ്യുന്നത്. എല്ലാ ഇനവും പ്രോസസ്സിങ്ങിന് നല്ലതാണ്. അതിന്റെ ഞാൻ പറയാം, തൊണ്ട് ഉൾപ്പെടെ അച്ചാറാക്കാൻ ഒന്നും കളയാനില്ല. ഇപ്പൊ പാഷൻ ഫ്രൂട്ടിന്റെ ഇല ഹെൽത്ത് ഡ്രിങ്ക് ആണ്. ഇല ഡ്രൈ ചെയ്തിട്ട് പൗഡറായിട്ട് ഇപ്പൊ ബ്രിട്ടനിലൊക്കെ അതിപ്പോ വലിയൊരു സംസ്കാരമായിട്ട് മാറി കൊടുക്കും. ഞാൻ പറയും, ഒന്നും കളയാനില്ല. പാഷൻ ഫ്രൂട്ടിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ എല്ലാ ഭാഗവും നമുക്ക് ഉപയോഗിക്കാനും കഴിയും. അപ്പൊ നമ്മളൊക്കെ കുട്ടികളൊക്കെ നിങ്ങളുടെയൊക്കെ വീട്ടില് ഓരോ പാഷൻ ഫ്രൂട്ട് തൈ നടണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. രാവിലെ പറിച്ച് ഇപ്പൊ അറിയോ, ഈ നമ്മുടെ ഈ കീമോതെറാപ്പി കഴിഞ്ഞ ആളുകളൊക്കെ ഇവിടെ വരും. തിരുവനന്തപുരത്ത് നിന്നൊക്കെ ഉള്ളവർ ഇവിടെ കീമോയ്ക്ക് ശേഷം കോശങ്ങൾ റീജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല ഫ്രൂട്ടാണ് പാഷൻ ഫ്രൂട്ട്. ഇപ്പൊ ഡെങ്കിപ്പനിയും കൊറോണയൊക്കെ വന്ന സമയത്ത് ബ്ലഡിന്റെ കൗണ്ട് കുറയുമ്പോൾ ഏറ്റവും നല്ലൊരു പഴമാണ്. കൊറോണയ്ക്ക് ശേഷം ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഒരു പഴമാണ് പാഷൻ ഫ്രൂട്ട്. അമിതമായ രാസവളങ്ങളും കീടനാശിനികളും ഒന്നും ഉപയോഗിക്കാതെ വീട്ടിന്റെ മുറ്റത്ത് നന്നായി കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു പഴവർഗ്ഗമാണ് പാഷൻ ഫ്രൂട്ട്. ഒരു ഓറഞ്ച് ചെടിയിൽ ഒരു കായ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് എത്ര വർഷം എടുക്കുന്നുണ്ട്? നട്ടിട്ട് 5 വർഷം. കൂർഗ് മാൻഡറിൻ എന്ന് പറഞ്ഞ ഇനമാണ് ഇവിടെ കൂടുതൽ ചെയ്യുന്നത്. ഏകദേശം 5 വർഷമാവും അത് കായ വരാൻ. പക്ഷെ അതിന് തണുപ്പ് നിർബന്ധമാണ്. നമ്മൾ താഴെ കൊണ്ടുവച്ചാൽ ഉണ്ടാവില്ല, ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. പിന്നെ അത് ഒരു 8 വർഷത്തോളാവും അതിന്റെ ഈൽഡ് ഒന്ന് സ്റ്റെബിലൈസ് ചെയ്ത് വരാൻ. ഇവിടെ നമ്മൾ അങ്ങനെ ശരിക്കും നമുക്ക് ഇതിന് കൂൾ ചാമ്പറുകൾ ഉണ്ട്. പക്ഷെ ഇവിടെ നെല്ലിയാമ്പതിയുടെ കാലാവസ്ഥയിൽ അതിന്റെ ആവശ്യമില്ല. നമുക്ക് ഇവിടുത്തെ ടെമ്പറേച്ചറിന് വളരെ കുറവായതുകൊണ്ട് നമ്മൾ ഹാർവെസ്റ്റ് ചെയ്താൽ ഒരാഴ്ചക്കകം തന്നെ നമ്മൾ പ്രോസസ്സ് ചെയ്യും എല്ലാ സാധനവും. നമുക്കിവിടെ ഞാൻ എല്ലാ ദിവസവും 365 ദിവസം പ്രവർത്തിക്കുന്ന ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റ് ആണ് നമ്മളത്. അപ്പൊ നമുക്കങ്ങനെ വല്ലാതെ എടുത്തു വെക്കേണ്ടി വരാറില്ല.